ഒരു രാജ്യത്തിലെ രാജകുമാരിയെ ഒരു മന്ത്രവാദി തട്ടിക്കൊണ്ടുപോയി. അതറിഞ്ഞ അവളുടെ അച്ഛനായ രാജാവ് ഒരു വിളംബരം നടത്തി. ആര് രാജകുമാരി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നോ അവനെ രാജകുമാരി വിവാഹം ചെയ്ത് ഈ രാജ്യത്തിലെ അടുത്ത രാജാവാക്കി മാറ്റാമെന്ന്. അങ്ങനെ ഇതറിഞ്ഞ ഫൈറ്റ് ചെയ്യാൻ പോലും അറിയാത്ത നായകനും അവന്റെ ദേശീയക്കാരനായ അച്ഛനും കൂടി രാജകുമാരി തേടിയിറങ്ങി. അതിനുശേഷം നമ്മുടെ നായകന് എന്തൊക്കെ സംഭവിച്ചു കാണും? ശരിക്കും അവന് രാജകുമാരി രക്ഷപ്പെടുത്താൻ പറ്റുമോ? കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റായി കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വലിയ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലെ രാജകുമാരി മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയാവുകയാണ്. ഈ രാജകുമാരിയാണ് നമ്മുടെ കഥയിലെ നായിക. അങ്ങനെ നായിക റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജാവും റാണിയും അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് അവളുടെ അച്ഛനും അമ്മയും. ഇന്ന് നായികയുടെ 18ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിഷയനായാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. ഹാപ്പി ബർത്ത്ഡേ മോളെ, ഇന്ന് നിനക്ക് 18 വയസ്സായി. അതുകൊണ്ട് തന്നെ നിന്റെ ഈ ബർത്ത്ഡേ നമുക്ക് നല്ലതുപോലെ ആഘോഷിക്കണം. അതുകൊണ്ട് തന്നെ നീ വേഗം റെഡിയായി താഴേക്ക് വാ. അത്രയും പറഞ്ഞ് അവര് മുറിയിൽ നിന്ന് പോയി. അപ്പോഴാണ് അവളെ കാഴ്ച കാണുന്നത്. അവളുടെ അലമാരയിൽ ചുവപ്പ് കളറിലുള്ള ഒരു ലൈറ്റ് മിന്നുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ അലമാര തുറന്ന് നോക്കിയപ്പെടുത്ത ചുവപ്പ് കളറിലുള്ള ഒരു ക്രിസ്റ്റൽ പ്രകാശിക്കുന്നു. ഇതെന്താ ഇങ്ങനെ പ്രകാശിക്കുന്നതെന്നും പറഞ്ഞ് അവൾ ആ ക്രിസ്റ്റലും എടുത്തുകൊണ്ട് നേരെ കൊട്ടാരത്തിന് പുറത്തേക്കെത്തി. പെട്ടെന്നാണ് ആ ക്രിസ്റ്റൽ നല്ല രീതിയിൽ ചൂടാകുന്നത്. അതുകൊണ്ട് തന്നെ നായിക അത് താഴേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്നാണ് ആ ക്രിസ്റ്റലിന് തീ പിടിച്ച് അവൾക്ക് ചുറ്റും വട്ടത്തിൽ തീയായതും പെട്ടെന്ന് അവൾ അവിടുന്ന് മാഞ്ഞുപോയി. എന്നാൽ ഇത് കണ്ട കൊട്ടാരത്തിലുള്ള ആളുകളെല്ലാവരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. സൗണ്ട് കേട്ട രാജാവ് അങ്ങോട്ടേക്ക് ഓടി വന്ന് നോക്കിയപ്പോഴത്ത അവളുടെ കിരീടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ കിരീടം എടുത്തുകൊണ്ട് രാജാവ് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു, കാണാതെ പോയ എന്റെ മകളെ ആരാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത്? അവർക്ക് ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിലെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പ്രധാന കാരണം ഇത്രയും വർഷങ്ങളായി രാജാവ് ഈ രാജ്യത്തിനു വേണ്ടി നടത്തിയ യുദ്ധങ്ങളായിരുന്നു. ഇപ്പോൾ പോലും ഏകദേശം 6 വർഷത്തെ യുദ്ധത്തിന് ശേഷം രാജാവും രാജ്യത്തിന്റെ സൈന്യത്തലവനും കൂടി അവരുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുവാണ്. അപ്പോഴാണ് സൈന്യത്തലവൻ രാജാവിനോട് പറയുന്നത്, മഹാരാജാവെ, എന്റെ മകൻ ജനിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അവനെ കണ്ടത്. അതിനുശേഷമാണ് യുദ്ധത്തിന് പോയത്. ഇപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം പോയി എന്റെ മകനെ കണ്ടിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ നേരെ വീട്ടിലേക്ക് എത്തി. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയും മകനും കണ്ടതും അയാൾക്ക് ഒരുപാട് സന്തോഷമായി. ഇയാളുടെ മകന്റെ പേര് വിൻസെന്റ് എന്നാണ്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ അവന്റെ അച്ഛനെ പോലെയൊന്നുമല്ല. അവന്റെ അമ്മയുടെ സ്നേഹത്തിലും പരിചരണത്തിലും വളർന്നതുകൊണ്ട് അവൻ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. വലിയ യുദ്ധങ്ങൾ ചെയ്യാനോ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനൊന്നും അവൻ അറിയില്ലായിരുന്നു. പക്ഷേ അവന് ചിത്രം വരയ്ക്കാനും പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടാനുമായിരുന്നു കൂടുതൽ താല്പര്യം. ഇതെല്ലാം മനസ്സിലായ സൈന്യത്തലവന് ആകെ സങ്കടമായി. എടാ, ചിത്രം വരയ്ക്കാനും പുസ്തകങ്ങൾ വായിക്കുന്നതുമൊന്നും ഇനി നീ ചെയ്യണ്ട. എന്നെ പോലെ ഒരു വലിയ വീരനായി നീ വളരണം. അത് മാത്രവുമല്ല, ഈ രാജ്യത്തിലെ എന്നേക്കാൾ വലിയൊരു സൈന്യത്തലവനെ മാറണം നീ. അതുകൊണ്ട് നാളെ മുതൽ വാൾപ്പയറ്റും യുദ്ധം ചെയ്യാനുമൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. രാജാവിന് ആദ്യത്തെ പെൺകുഞ്ഞ് ജനിച്ചു. അത് മറ്റാരുമല്ല, നമ്മുടെ നായിക തന്നെയാണ്. കുഞ്ഞിനെ കാണാനായി പല രാജ്യത്തു നിന്നും ഒരുപാട് പേർ കൊട്ടാരത്തിലേക്ക് എത്തി ഒരുപാട് സമ്മാനങ്ങൾ നൽകി. അപ്പോഴാണ് ഒരു അപരിചിതൻ അങ്ങോട്ടേക്ക് വരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ ചുവപ്പ് കളറിലുള്ള ക്രിസ്റ്റൽ രാജകുമാരിയുടെ അടുത്ത് വെച്ചിട്ട് ആരോടും മിണ്ടാതെ അയാൾ അവിടുന്ന് തിരിച്ചുപോയി. അതുകൊണ്ട് റാണി രാജാവിനോട് ചോദിച്ചു, ആരായാൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്നാൽ ഇത് കേട്ട രാജാവ് പറഞ്ഞു, ഏയ്, അതാരാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷം ആ അപരിചിതൻ വെച്ചിട്ട് പോയ ക്രിസ്റ്റലാണ് രാജകുമാരി ഇപ്പോൾ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ രാജാവ് നടത്തിയ വിളംബരം അറിഞ്ഞ സൈന്യത്തലവൻ ഓടി അയാളുടെ മകനായ നായകന്റെ അടുത്തെത്തി. നായകൻ ഇപ്പൊ കുട്ടിയൊന്നുമല്ല, അവൻ വളർന്ന് വലിയൊരു യുവാവായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവന് യുദ്ധം ചെയ്യാനുള്ള ശക്തിയൊന്നുമില്ല. ചിത്രങ്ങൾ വരയ്ക്കുന്നതും ബുക്ക് വായിക്കുന്നതിനോടൊക്കെയാണ് അവന് കൂടുതൽ താല്പര്യം. അങ്ങനെ പതിവ് പോലെ ഒരു ചിത്രം വരച്ചുവിടുന്ന നായകന്റെ അടുത്തേക്ക് അവന്റെ അച്ഛൻ ഓടി വന്ന് പറഞ്ഞു, എടാ, നീ ഒരു കാര്യം പറഞ്ഞോ? നമ്മുടെ രാജ്യത്തിലെ രാജകുമാരിയെ എന്തോ മന്ത്രവാദം ഉപയോഗിച്ച് ആരോ തട്ടിക്കൊണ്ടുപോയി. ഈ രാജ്യത്തിന്റെ സൈന്യത്തലവൻ എന്ന നിലയിൽ രാജകുമാരി രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. നീ എന്റെ മകനല്ലേ, അതുകൊണ്ട് നീയും എന്റെ കൂടെ വാ. എന്നാൽ അത് കേട്ടത് നായകൻ പറഞ്ഞു, ഞാനില്ല അച്ഛാ, ഇതിലൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ ഇത് കേട്ട സൈന്യത്തലവന് ആകെ ദേഷ്യം വന്നു. മര്യാദയ്ക്ക് നീ എന്റെ കൂടെ വരാൻ നോക്ക്. അതും പറഞ്ഞ് നായകനെ ഭീഷണിപ്പെടുത്തി ഒരു കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി രാജകുമാരിയെ തേടിയുള്ള യാത്ര തുടങ്ങി. അങ്ങനെ അവർ ഒരുപാട് ദൂരെ യാത്ര ചെയ്തു. സമയം ഇപ്പോൾ രാത്രിയായി. നന്നായി വിശക്കുന്നത് കൊണ്ട് അടുത്ത് കണ്ടൊരു ഹോട്ടലിൽ കയറി അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതേ ഹോട്ടലിൽ വേറെ 2 പേരുണ്ടായിരുന്നു. അതിലാ നീണ്ട മുടിയുള്ള ആളുടെ പേര് പീറ്റർ, അവന്റെ കൂടെയുള്ള ആളുടെ പേര് ടോം. പീറ്റർ നായകന്റെ അച്ഛനെ കണ്ടതും ചോദിച്ചു, നിങ്ങളെ കണ്ടാൽ ആരെയോ തിരഞ്ഞ് യാത്ര ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഞങ്ങളും ഈ രാജ്യത്തെ കാണാതായ രാജകുമാരി അന്വേഷിച്ചാണ് യാത്ര ചെയ്യുന്നത്. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുന്ന നായകൻ ആവേശത്തോടെ മറുപടി പറഞ്ഞു, ഞങ്ങള് നിങ്ങളെ പോലെ രാജകുമാരി അന്വേഷിച്ചിറങ്ങിയതാ. അത്
കേട്ടതും പീറ്റർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 4 പേർക്കും ഒരു ടീമായി ചേർന്ന് രാജകുമാരി അന്വേഷിക്കാം. എന്നാൽ നായകൻ അച്ഛന് അതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നായകൻ അവന്റെ അച്ഛനെ സമാധാനിപ്പിച്ച് അവരെ രണ്ടുപേരെയും അവരുടെ കൂടെ കൂട്ടി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയതും 4 പേരും ഒരുമിച്ച് കുതിരപ്പുറത്ത് രാജകുമാരിയെ അന്വേഷിച്ച് യാത്ര തുടങ്ങി. ഇതേ സമയം കറുത്തിരുണ്ട് ഭയാനകമായ ഒരു കൊട്ടാരം കാണിക്കുവാണ്. ഈ കൊട്ടാരത്തിനുള്ളിലാണ് രാജകുമാരിയെ തടവിലാക്കിയിരിക്കുന്നത്. അവളെ തട്ടിക്കൊണ്ടുവന്നത് മറ്റാരുമല്ല, നായിക കുഞ്ഞായിരുന്നപ്പോൾ ആ ചുവന്ന ക്രിസ്റ്റലുമായി വന്ന ആ അപരിചിതനായിരുന്നു. സത്യത്തിൽ ഇയാൾ ആരാണെന്ന് വെച്ചാൽ അതിശക്തനായ ഒരു ദുഷ്ട മന്ത്രവാദിയായിരുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു മന്ത്രം ചെയ്ത് കുഞ്ഞായിരുന്ന രാജകുമാരിയുടെ അടുത്ത് ആ ചുവന്ന ക്രിസ്റ്റൽ കൊണ്ടുവന്ന് വെച്ചു. കാരണം അവൾക്ക് 18 വയസ്സാവുന്ന ദിവസം ഓട്ടോമാറ്റിക്കായി അവളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഈ മന്ത്രവാദി ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നു അത്. അപ്പോഴാണ് രാജകുമാരി ചോദിക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നത്? എന്താ നിനക്ക് വേണ്ടത്? സത്യം പറ. അത് കേട്ടതും ആ മന്ത്രവാദി പറഞ്ഞു, എനിക്ക് വേണ്ടത് നിന്നെയാണ്. നിനക്ക് എന്നെ വിവാഹം കഴിക്കാമോ? അത് കേട്ടതും രാജകുമാരി ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെ ആ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ നിന്നെ ഒരിക്കലും വിവാഹം ചെയ്യില്ല. അത് കേട്ട ആ മന്ത്രവാദി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, നിന്റെ മുന്നിൽ ഇപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവിടെയുള്ള ജയിലിൽ കഴിയണം. നിന്നെ വിവാഹം ചെയ്യുന്നതിൽ നല്ലത് ജയിലിൽ കഴിയുന്നതാണെന്ന് രാജകുമാരി മറുപടി പറഞ്ഞു. ഇത് കേട്ട മന്ത്രവാദിക്ക് ആകെ ദേഷ്യം വന്ന് അയാൾ ഉറക്ക നിലവിളിച്ചതും ഒരാൾ അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഇവന്റെ പേര് മാർക്കെന്നാണ്. മന്ത്രവാദി മാർക്കിനോട് പറഞ്ഞു, വേഗം ഇവളെ കൊണ്ടുപോയി ജയിലിലടക്കി. അങ്ങനെ മാർക്ക് രാജകുമാരിയെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പോകുന്ന വഴി രാജകുമാരി ചോദിച്ചു, ഇത്രയും ദുഷ്ടനായ ഒരാൾക്ക് വേണ്ടി നീ എന്തിനാ ജോലി ചെയ്യുന്നത്? അത് കേട്ട മാർക്ക് സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് വായിക്കാനോ എഴുതാനോ അറിയില്ല. അത് മുതലെടുത്ത് ഈ മന്ത്രവാദി എന്നെ ചതിച്ചതാണ്. എന്റെ വിരലടയാളം ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതിൽ എഴുതിയിരുന്നത് 100 വർഷം ഞാൻ അവന്റെ അടിമയെ ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു. അന്ന് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി ഇവന്റെ അടിമയെ ഞാൻ ജോലി ചെയ്യുവാണ്. അതും പറഞ്ഞുകൊണ്ട് മാർക്ക് രാജകുമാരിയെ ജയിലിലടച്ചു. ഇതേ സമയം നായകനും ടീമും രാജകുമാരിയെ തിരിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് പീറ്റർ അവന്റെ ഫ്രണ്ടായ ടോമിനോട് പറയുന്നത്, എടാ, നമ്മൾ 4 പേരും ചേർന്ന് രാജകുമാരി കണ്ടുപിടിച്ചാൽ രാജാവ് നമുക്ക് ഉറപ്പായും വലിയൊരു സമ്മാനം തരും. പക്ഷേ സമ്മാനം നമ്മൾ 4ആയി ഷെയർ ചെയ്യണ്ടേ? അത് കേട്ടതും ടോം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. രാജകുമാരി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവരെ 2 പേരെയും നമുക്ക് കൊല്ലാം. അപ്പോൾ കിട്ടുന്ന സമ്മാനങ്ങൾ നമ്മൾ 2 പേരും മാത്രം ഷെയർ ചെയ്തെടുത്താൽ മതി. എന്നാൽ ഇവരുടെ ഈ പ്ലാനൊന്നും നായകനും അവന്റെ അച്ഛനും അറിയുന്നുണ്ടായിരുന്നില്ല. സമയം രാത്രിയായതും ഒരു ക്യാമ്പൊക്കെ കത്തിച്ച് അവർ അതിനു ചുറ്റുമിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അന്ന് അവിടെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ ആയതും വീണ്ടും അവരുടെ യാത്ര തുടങ്ങി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കൊള്ളക്കാർ അവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. ആഹാ, 4 പേരും കൂടെ ഇതെങ്ങോട്ട് പോകുക? കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നിട്ട് വേഗം സ്ഥലം വിട്ടോ. എന്നാൽ ഇതെല്ലാം കേട്ടതും നായകന്റെ അച്ഛൻ പറഞ്ഞു, ഫൈറ്റ് ചെയ്യാതെ കുറെ ദിവസമായി ഞാൻ ബോറടിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആ കൊള്ളക്കാരുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ എല്ലാരെയും അടിച്ച് താഴെയിട്ടു. അപ്പോഴാണ് ആ കൊള്ളക്കാരുടെ തലവൻ പറയുന്നത്, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. ഇനി ഒരിക്കലും ഞങ്ങൾ മോഷ്ടിക്കില്ല. അല്ല, നിങ്ങൾ എല്ലാവരും കൂടി ആ കിഴക്ക് ദേശത്തേക്ക് പോകുകയാണെന്ന് തോന്നുന്നല്ലോ. അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടില്ല. അത് മാത്രവുമല്ല, അവിടെ വലിയൊരു കൊട്ടാരവുമുണ്ട്. അത് കേട്ടത് സൈന്യത്തലവൻ പറഞ്ഞു, ഓഹോ, അപ്പോൾ രാജകുമാരി ഉറപ്പായും അവിടെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അങ്ങനെ 4 പേരും കൂടി അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങി. ആ കൊട്ടാരത്തിലേക്ക് എത്തണമെങ്കിൽ വലിയൊരു നദി ക്രോസ് ചെയ്യണമായിരുന്നു. വലിയ ആഴമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുതിരപ്പുറത്തിരുന്ന് അവർ ആ നദി ക്രോസ് ചെയ്തു. അപ്പോഴാണ് പീറ്റർ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് വെള്ളം കുടിക്കാൻ നോക്കുന്നത്. എന്നാൽ ആ ബോട്ടിൽ നിന്ന് വെള്ളത്തിന് പകരം വന്നത് മണ്ണ് മാത്രമായിരുന്നു. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ സ്ഥലത്തേക്ക് വന്നാൽ വെള്ളം മണ്ണായി മാറുമെന്ന്. അങ്ങനെ ഒരുവിധം യാത്ര ചെയ്ത് അവർ ആ കൊട്ടാരത്തിലെത്തി. 4 പേരും അകത്തേക്ക് കയറി നോക്കിയപ്പോഴുതാ അവിടെയെങ്കിലും ആരും കാണുന്നില്ല. അതുകൊണ്ട് 4 പേരും 4 വഴിക്ക് പോയി ആ കൊട്ടാരം മുഴുവൻ തിരയാൻ തുടങ്ങി. അങ്ങനെ നായകൻ അവസാനം നായിക കിടക്കുന്ന ആ ജയിൽ കണ്ടുപിടിച്ചു. സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നായകൻ ഇപ്പോൾ നായിക കാണുന്നത്. നായകൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് ആ ജയിലിന്റെ പൂട്ട് പൊട്ടിക്കാനായി ശ്രമിക്കുവാണ്. എന്നാൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടും ആ പൂട്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അത് കണ്ട നായകൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവൻ വരച്ച ഒരു ഡ്രോയിങ് എടുത്ത് നായികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുറച്ചു നേരം നീ ഇവിടെ ഞാൻ വരച്ച ഡ്രോയിങ് ഒക്കെ നോക്കി ഇവിടെ നിൽക്ക്. ഞാൻ പോയി ഇതിന്റെ ചാവി കിട്ടുമോ നോക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് നായകൻ നേരെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ആ മന്ത്രവാദിയുടെ അടിമയായ മാർക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. മാർക്കിനെ കണ്ടതും അവർ ചോദിച്ചു, ആരാ നീ? നീ കൊട്ടാരത്തിൽ എന്ത് ചെയ്യുക? ഈ കൊട്ടാരത്തിൽ ഒരു മന്ത്രവാദിയുണ്ട്. അവന്റെ അടിമയെ ഞാനിവിടെ ജോലി ചെയ്യുക. പെട്ടെന്നാണ് ആ മന്ത്രവാദി അങ്ങോട്ടേക്ക് വരുന്നത്. ആരാ നിങ്ങളെല്ലാവരും? ഇത് എന്റെ കൊട്ടാരമാണ്. എന്റെ അനുവാദമില്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അത് കേട്ടത് നായകൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പൂട്ടിയിട്ടേക്കുന്ന ഞങ്ങളുടെ രാജകുമാരി കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടണം. എന്ത്, രാജകുമാരിയെ നിങ്ങളുടെ കൂടെ വിടാനോ? അതൊന്നും ഒരിക്കലും നടക്കില്ല. നിങ്ങൾ വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. എന്നാൽ ഇത് കേട്ടതും നായകന്റെ അച്ഛന് ആകെ ദേഷ്യം വന്നു. രാജകുമാരിയെ ഞങ്ങൾ
ഞങ്ങളുടെ കൂടെ വിടുന്നതാ നിനക്ക് നല്ലത്. അത് കേട്ടത് മന്ത്രവാദി പറഞ്ഞു, നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഞാനൊന്ന് കാണട്ടെ. അതും പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിച്ച് നായകനെ അയാൾ ദൂരേക്ക് അടിച്ചു തെറിപ്പിച്ചു. ഇത് കണ്ട് ടെൻഷനായ നായകന്റെ അച്ഛൻ വാളുമെടുത്ത് ആ മന്ത്രവാദി അറ്റാക്ക് ചെയ്യാനായി വന്നതും അയാളെ ആ മന്ത്രവാദി ദൂരേക്ക് അടിച്ചു തെറിപ്പിച്ചു. എന്നാൽ ഇത് കണ്ട പീറ്ററും ടോമും ആകെ പേടിച്ചുപോയി. വാള് താഴെ വെച്ചിട്ട് അവന്മാർ മന്ത്രവാദിയോട് പറഞ്ഞു, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാനൊന്നും വന്നതല്ല, രാജകുമാരി തിരിച്ചു കിട്ടാനായി ഞങ്ങൾ എന്ത് വേണേലും ചെയ്തു തരാം. അത് കേട്ടതും ആ മന്ത്രവാദി പറഞ്ഞു, തെക്ക് ദിശയിൽ നദികളാൽ ചുറ്റപ്പെട്ട ഒരു നാടുണ്ട്. ആ നാട്ടിലൊരു ക്രൂരയ മന്ത്രവാദിനിയുണ്ട്. എന്റെ അമ്മയ്ക്ക് സ്വന്തമായ ഒരു നെക്ലസ് ആ മന്ത്രവാദിനി മോഷ്ടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായി കൈമാറി വന്ന ഒരു നെക്ലസ് ആയിരുന്നു അത്. നിങ്ങൾ പോയി അവളുടെ കയ്യിൽ നിന്ന് അതെടുത്ത് എന്നെ ഏൽപ്പിക്കണം. അങ്ങനെയെങ്കിൽ രാജകുമാരിയെ ഞാൻ വെറുതെ വിടാം. അത് കേട്ടത് നായകൻ പറഞ്ഞു, നീ ഭയങ്കര പവർഫുൾ ആയ മന്ത്രവാദിയല്ലേ, അങ്ങനെയെങ്കിൽ നിനക്ക് തന്നെ അത് പോയി എടുത്തൂടെ? ഏയ്, എന്നെ കൊണ്ട് അതിന് പറ്റില്ല. കാരണം അവിടെ മുഴുവൻ വെള്ളമാണ്. വെള്ളം എനിക്ക് അലർജിയുമാണ്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. അത് കേട്ടത് നായകനും ടീമും പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങൾ പോയി അത് കൊണ്ടുവരാം. അതും പറഞ്ഞ് അവരെ കൊട്ടാരം വിട്ടിറങ്ങി ആ മന്ത്രവാദിയെ തേടി യാത്ര തുടങ്ങി. അങ്ങനെ അവർ പോകുന്ന വഴിക്കാണ് വഴിയിൽ വെച്ച് ഒരു പിച്ചക്കാരനെ കാണുന്നത്. ആ പിച്ചക്കാരൻ അവരോട് പറഞ്ഞു, വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. നിങ്ങളുടെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? അത് കേട്ടത് നായകൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബ്രെഡ് എടുത്ത് അയാൾക്ക് കൊടുത്തു. അങ്ങനെ ബ്രെഡും കഴിച്ചുകൊണ്ട് അയാൾ അവരോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്ന്. നിങ്ങൾ ആ മന്ത്രവാദിനെ കാണാനായി പോകുമല്ലേ? അവളുടെ കയ്യിലുള്ള ആ നെക്ലസ് എടുക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കുളിക്കുമ്പോൾ മാത്രമേ അവൾ ആ നെക്ലസ് ഊരി വെക്കാറുള്ളൂ. ആ ഒരു സമയം നോക്കി വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ അത് എടുക്കാൻ. അത് മാത്രവുമല്ല, ദേ ഈ കാണുന്ന വഴിയിലൂടെ നേരെ പോയാൽ ആ മന്ത്രവാദിനിയുടെ അടുത്തെത്താം. പക്ഷെ പോകുന്ന വഴി വളരെ അപകടം പിടിച്ചതാണ്. വഴിയിൽ വെച്ച് ഒരുപാട് ഇല്യൂഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം ആ മന്ത്രവാദിനിയുടെ കെണിയാണ്. ആ കെണിയിലൊന്നും വീഴാതെ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ നായകനും ടീമും വളരെ സൂക്ഷിച്ച് ആ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. സമയം ഇപ്പോൾ രാത്രിയായി. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 3 പെണ്ണുങ്ങൾ നിന്ന് കുളിക്കുന്നത് അവർ കാണുന്നത്. ആ പെണ്ണുങ്ങൾ നായകന്റെയും അവന്റെ കൂടെയുള്ളവരുടെയും പേര് വിളിച്ച് അടുത്തേക്ക് വരാൻ പറഞ്ഞു. അത് കണ്ടത് നായകൻ അവരോട് പറഞ്ഞു, ഇതെല്ലാം വെറും ഇല്യൂഷനാണ്, നമ്മൾ ഇതിലൊന്നും വീഴാൻ പാടില്ല, ബാ നമുക്ക് നടന്നു പോകാമെന്നും പറഞ്ഞ് അത് മൈൻഡാക്കാതെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു സോൾജിയർ വാളും കൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് നായകന്റെ അച്ഛനെ നോക്കി അയാൾ വെല്ലുവിളിക്കാൻ തുടങ്ങി. നീ വലിയ സൈന്യത്തലവനാണെന്നൊക്കെ എനിക്കറിയാം. നീ അത്ര വലിയ യുദ്ധവീരനാണെങ്കിൽ എന്റെ കൂടെ വന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്ക്. അത് കേട്ടത് നായകന്റെ അച്ഛന് ആകെ ദേഷ്യം വന്നു. വാളുമെടുത്ത് അയാൾ ഫൈറ്റ് ചെയ്യാൻ പോകാനായി റെഡിയാകുമ്പോഴാണ് നായകൻ പറയുന്നത്, അച്ഛാ ഇതെല്ലാം വെറും ഇല്യൂഷനാണ്, നമ്മൾ ഇതിൽ വീഴാൻ പാടില്ല. അതും പറഞ്ഞുകൊണ്ട് അവരെയും വിളിച്ച് പിന്നെയും കുറച്ചു ദൂരം നടന്നുപോയി. അപ്പോഴാണ് അവിടെ വഴിയിൽ ഒരു പാർട്ടി നടക്കുന്നത്. അത് വെറും ഇല്യൂഷനാണെന്ന് മനസ്സിലായ നായകനും അവന്റെ അച്ഛനും അത് മൈൻഡ് ചെയ്യാതെ നടന്നുപോയി. എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പീറ്ററിന് പാർട്ടിയിലുണ്ടായിരുന്ന ഫുഡ് കണ്ടതും വല്ലാത്തൊരു കൊതി തോന്നി. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഈ പാർട്ടിയിലൊക്കെ പങ്കെടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവന് ഇല്യൂഷനിൽ പെട്ടുപോയി. അവൻ പോണെങ്കിൽ പോട്ടെ, നമുക്ക് പോകാമെന്നും പറഞ്ഞ് നായകന്റെ അച്ഛൻ അവരെയും വിളിച്ചുകൊണ്ട് വീണ്ടും നടന്നു പോകാൻ തുടങ്ങി. അപ്പോഴാണ് നേരത്തെ കണ്ട ആ സോൾജിയർ വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ നായകന്റെ അച്ഛനെ നോക്കി പറഞ്ഞു, എന്താടാ നീ നേരത്തെ അങ്ങ് പേടിച്ചു പോയോ? നീ അത്ര വലിയ ആളാണെങ്കിൽ എന്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ നോക്ക്. അത് കേട്ടത് നായകന്റെ അച്ഛന് ആകെ ദേഷ്യം വന്ന് വാളുമെടുത്ത് അയാൾ അവനുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവന്റെ അച്ഛനും ആ ഇല്യൂഷനിൽ പെട്ടെന്ന് മനസ്സിലായ നായകൻ ടോമിനോട് പറഞ്ഞു, വെറുതെ സമയം കളയണ്ട, നമുക്ക് 2 പേർക്കും കൂടി പോയി ആ മന്ത്രവാദിനെ കണ്ടുപിടിക്കാം. അതും പറഞ്ഞ് അവർ നടന്നു പോയപ്പോഴാണ് അവിടെ വെള്ളത്തിലൊരു ചെറിയ ചങ്ങാടം കിടക്കുന്നത്. ആ ചങ്ങാടവും എടുത്ത് തുഴഞ്ഞ് അവർ വെള്ളത്തിലൂടെ യാത്ര തുടങ്ങി. അങ്ങനെ അവർ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് ദൂരെ വെള്ളത്തിനടുത്ത് ഒരു വെള്ള കളർ ഡ്രസ് ഇട്ട ഒരു ലേഡി നിൽക്കുന്നത് അവർ കാണുന്നത്. ആ ലേഡിയെ കണ്ടതും അവൻ പണ്ട് വായിച്ച ഒരു ബുക്കിലെ ചില കാര്യങ്ങൾ ഓർമ്മ വരാൻ തുടങ്ങി. തെക്ക് ദേശത്ത് ഒരു മാന്ത്രിക റാണിയുണ്ടെന്നും ആ റാണി വെറും പാവമാണെന്നൊക്കെ നായകന്റെ അമ്മ പണ്ടവന് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അവനത് ഓർമ്മ വന്നതും അവൻ ടോമിനോട് പറഞ്ഞു, എടാ ഇവർ മന്ത്രവാദിനിയൊന്നുമല്ല, മായജല ശക്തികളൊക്കെയുള്ള ഒരു റാണിയാണിവർ. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാ ടോമിനെ അവിടെയും കാണുന്നില്ല. ഇവനിത് എവിടെ പോയെന്നും പറഞ്ഞ് നായകൻ ടോമിനെ അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. അപ്പോഴേക്കും ടോമിത ആ മലയുടെ മുകളിലേക്ക് കയറി നിന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്രോസ് ബോ ഉപയോഗിച്ച് ആ റാണിയെ ഷൂട്ട് ചെയ്യാൻ റെഡിയാകുവാണ്. കറക്റ്റ് അതേ സമയത്താണ് ആ മാന്ത്രിക റാണി കുളിക്കാനായി അവരുടെ കഴുത്തിൽ കിടന്ന ആ ബ്ലൂ കളർ നെക്ലസ് ഊരി വെക്കുന്നത്. കറക്റ്റ് സമയത്താണ് ആ റാണിയുടെ മുതുകിലേക്ക് ടോം അമ്പ് ചെയ്യുന്നത്. എന്നിട്ട് അവൻ ഓടി വന്ന് ആ റാണിയുടെ കയ്യിലുണ്ടായിരുന്ന നെക്ലസ് കയ്യിലെടുത്തു. പെട്ടെന്ന് നായകൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി അവരുടെ മുതുകിൽ തറച്ച ആ അമ്പ് ഊരിയെടുത്തു. ആ ഒരു സമയം നോക്കി ടോം നായകനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ചങ്ങാടവും എടുത്ത് അവിടുന്ന് കടന്നു കളഞ്ഞു. അപ്പോഴാണ് നായകൻ ആ റാണിയോട് ചോദിക്കുന്നത്,
എന്നാലും എന്തിനാ ആ മന്ത്രവാദി നിങ്ങളുടെ കയ്യിലുള്ള നെക്ലസ് എടുക്കാൻ നോക്കുന്നത്? അത് കേട്ടതും ആ റാണി പറഞ്ഞു, ആ നെക്ലസ് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ആ മന്ത്രവാദിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും എന്നെ തോൽപ്പിച്ച് ഈ നദികളെല്ലാം വരണ്ട കാടുകളാക്കി മാറ്റാനാ അവന്റെ ഉദ്ദേശം. അതിനുവേണ്ടി അവൻ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ടത് നായകൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയും ആ നെക്ലസ് നിങ്ങൾക്ക് തന്നെ ഞാൻ തിരിച്ചുകൊണ്ട് തരാം. അതും പറഞ്ഞുകൊണ്ട് നായകൻ ടോമിനെ പിടിക്കാനായി അവന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. എന്നാൽ ടോം ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. എത്രയും പെട്ടെന്ന് ഇത് ആ മന്ത്രവാദിയുടെ കയ്യിൽ കൊടുത്ത് രാജകുമാരി രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണം. അങ്ങനെയെങ്കിൽ എനിക്ക് ആ രാജകുമാരി വിവാഹം ചെയ്ത് രാജ്യത്തിലെ അടുത്ത രാജാവാകാം. അങ്ങനെ അവൻ വളരെ സന്തോഷത്തോടെ അവന്റെ കുതിരയും എടുത്ത് അവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ അവൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ആ മന്ത്രവാദിയുടെ കോട്ടയിലെത്തി. അവനെ കണ്ടതും ആ മന്ത്രവാദി പെട്ടെന്ന് വന്ന് ചോദിച്ചു, എന്തായി പോയിട്ട്? ആ നെക്ലസ് കിട്ടിയോ നിനക്ക്? അതെ, നീ പറഞ്ഞതുപോലെ ആ മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് ഞാൻ ആ നെക്ലസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അത് അവന്റെ കയ്യിൽ കൊടുക്കാനായി വരുമ്പോഴാണ് പെട്ടെന്ന് നായകൻ അങ്ങോട്ടേക്ക് വരുന്നത്. ടോം, നീ അവനെ വിശ്വസിക്കരുത്, അവൻ ഭയങ്കര അപകടകാരിയാണ്. നീ മന്ത്രവാദിനിയാണെന്ന് വിചാരിക്കുന്ന ആ ലേഡി അവരൊരു റാണിയാണ്. എന്നാൽ നായകൻ സത്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ മന്ത്രവാദി അയാളുടെ പവർ ഉപയോഗിച്ച് നായകനെ അവിടെ തടഞ്ഞു നിർത്തി. അതുകൊണ്ട് തന്നെ അവന് ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റിയില്ല. എന്നിട്ട് ടോമിന്റെ കയ്യിൽ നിന്ന് അയാൾ ആ നെക്ലസ് വാങ്ങാനായി ശ്രമിക്കുവാണ്. പക്ഷേ അതിശക്തമായ മാന്ത്രിക ശക്തികൾ ഉള്ളതുകൊണ്ട് അയാൾക്ക് അത് തൊടാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ടോമിനോട് പറഞ്ഞു, നീ എന്റെ കൂടെ വായെന്നും പറഞ്ഞ് ടോമിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അയാൾ ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലി അവിടെ തീ കത്തിച്ച ശേഷം ടോമിനോട് ആ നെക്ലസ് തീയിടാൻ പറഞ്ഞു. അങ്ങനെ ടോം അത് തീയിലേക്ക് ഇട്ടതും അത് പതിയെ ഉരുകാൻ തുടങ്ങി. നെക്ലസ് നന്നായി ഉരുകുന്നത് കൊണ്ട് തന്നെ ഇവിടെ റാണിയുടെ ശരീരത്തിൽ നന്നായി വേദന അനുഭവപ്പെടാൻ തുടങ്ങി. വേദന കൊണ്ട് റാണി ഉറക്ക നിലവിളിച്ചതും ആ നിലവിളി കേട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ട് നിന്ന നായകന്റെ അച്ഛന് ബോധം വന്നത്. അയാൾ ആ ഇല്യൂഷനിൽ പെട്ടതാണെന്നും അയാളുടെ മകനെ കാണാനില്ലെന്നും ഇപ്പോഴാണ് മനസ്സിലായത്. വേഗം തന്നെ അയാൾ ആ നിലവിളി കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കി. അപ്പോഴാണ് ആ റാണിയെ അയാൾ കാണുന്നത്. നിങ്ങളെ കണ്ടിട്ട് ഒരു മന്ത്രവാദിനെ പോലെ തോന്നുന്നില്ലല്ലോ, ശരിക്കും ആരാ നിങ്ങൾ? അത് കേട്ട ആ റാണി അവൾ ആരാണെന്നും ആ മന്ത്രവാദിയുടെ പദ്ധതിയെല്ലാം അയാളോട് പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും സൈന്യത്തലവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കണം? പറഞ്ഞാൽ മതി, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരാം. അത് കേട്ട റാണി അവളുടെ ഫെയറികളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അയാളുടെ ഹെൽമെറ്റ് ഊരിയെടുത്ത് അതിൽ പ്രത്യേക മാന്ത്രിക ജലം നിറച്ചു കൊടുത്തു. സാധാരണ ഏതൊരു വെള്ളവും ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അത് വെറും ഒരു മണ്ണായി മാറും. പക്ഷേ ഈ മാന്ത്രിക ജലത്തിന് ഒന്നും സംഭവിക്കില്ല. അവൻ എന്റെ നെക്ലസ് തീയിലിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വെള്ളമൊഴിച്ച് ആ നെക്ലസിന്റെ തീ അണച്ച് അത് വീണ്ടും എന്റെ കയ്യിൽ എത്തിച്ചാൽ മതി. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ റാണിയുടെ വാക്ക് കേട്ട സൈന്യത്തലവൻ മാന്ത്രിക ജലം നിറച്ച ആ ഹെൽമെറ്റുമായി യാത്ര തുടങ്ങി. ആ ഫെയറികൾ അയാൾക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു. ഇതേ സമയം ഇവിടെ കോട്ടയിൽ ടോം ആ മന്ത്രവാദിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ നെക്ലസ് ഞാൻ കൊണ്ടുവന്നില്ലേ, ഇനി നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പാലിക്കണം. രാജകുമാരിയെ ഞാൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി വിവാഹം ചെയ്യും. എന്നാൽ ഇത് കേട്ടതും ആ മന്ത്രവാദി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അയാൾ ചിരിക്കുമ്പോഴാണ് തീയിൽ പ്രതിഫലിക്കുന്ന അയാളുടെ ആ പഴയ മുഖം കാണിക്കുന്നത്. അതായത് കുറച്ചു മുമ്പ് ഒരു ഭിക്ഷക്കാരൻ ഇവർക്ക് റാണിയുടെ അടുത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തില്ലേ, അത് മറ്റാരുമല്ല ഈ മന്ത്രവാദി തന്നെയായിരുന്നു. ഇത് കണ്ട് ടോം ആകെ ഷോക്കായി നിൽക്കുമ്പോഴാണ് ആ മന്ത്രവാദി അവനോട് പറയുന്നത്, രാജകുമാരി സ്വന്തമാക്കാമെന്ന് നീ കരുതിയോ? ഇവൾ എന്നും എനിക്ക് മാത്രമുള്ളവളാണ്. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു മന്ത്രം ചൊല്ലിയതും ടോം പെട്ടെന്നൊരു കുതിരയായി മാറി. ഇത് കണ്ട് ദേഷ്യം വന്ന നായകൻ ആ മന്ത്രവാദി അറ്റാക്ക് ചെയ്യാനായി വന്നതും അയാൾ അയാളുടെ പവർ ഉപയോഗിച്ച് നായകനെ ആ കോട്ടയുടെ മുകളിലേക്ക് പൊക്കി നിർത്തി. വേദന കൊണ്ട് അവൻ ഉറക്ക നിലവിളിച്ചതും ഇത് കണ്ട നായികയ്ക്ക് ആകെ പേടിയായി. അവനൊന്നും ചെയ്യരുത്, നിനക്ക് എന്നെ കല്യാണം കഴിക്കണം, അതല്ലേ വേണ്ടത്. ഇവനെ സേഫായി നീ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായി ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. അത് കേട്ടതും ആ മന്ത്രവാദിക്ക് ഒരുപാട് സന്തോഷമായി. ശരി, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെയും കൂട്ടി നേരെ നിന്റെ അച്ഛനായ രാജാവിന്റെ അടുത്തേക്ക് പോകും. അവിടെ വെച്ച് നീ നിന്റെ അച്ഛനോട് പറയണം ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ച് കൊണ്ടുവന്നതെന്ന്. ഇത് നീ പറയുമെന്ന് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ ഇവനെ വെറുതെ വിടാം. അത് കേട്ട നായകന്റെ ജീവൻ രക്ഷിക്കാനായി സത്യം ചെയ്തു. അത് കേട്ടതും ആ മന്ത്രവാദി അവന്റെ പവർ ഉപയോഗിച്ച് നായകനെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ഇതേ സമയം ആ റാണിയുടെ നെക്ലസ് നന്നായി തീ പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ റാണിയുടെ ശരീരത്തിൽ നന്നായി പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങി. റാണി പെട്ടെന്ന് അവിടുന്ന് മാഞ്ഞുപോയി. എന്നിട്ട് ആ നെക്ലസ് ഇരിക്കുന്ന കോട്ടയിൽ പ്രത്യക്ഷപ്പെട്ടു. റാണി അവിടെ എത്തിയത് കണ്ടതും ആ മന്ത്രവാദി അവളെ അവിടെ പിടിച്ച് കെട്ടിയിട്ടു. 50 വർഷമായി നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ നിന്റെ നെക്ലസ് മുഴുവനായും കത്തിപ്പോകും. അതോടെ നീയും ഇല്ലാതാകും. പിന്നെ ഈ ലോകത്ത് എന്നെ തടയാൻ ആർക്കും കഴിയില്ല. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ആ അടിമയായ മാർക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. നീ ഇത്രയ്ക്കൊരു ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. നിന്നെ പോലെ ഒരുത്തന്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുക. അത് കേട്ടതും ആ മന്ത്രവാദി പറഞ്ഞു, 100 വർഷം എന്റെ അടിമയായി ഇരിക്കാമെന്ന് നീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതാ. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും ഇവിടുന്ന് പോകാൻ കഴിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു മന്ത്രം ചൊല്ലിയതും മാർക്ക് പെട്ടെന്നൊരു നായയായി മാറി. എന്നിട്ട് അയാൾ നേരെ ചെന്ന് ആ നായയുടെ ചെവിയിൽ പറഞ്ഞു,
പറഞ്ഞു, ഞാൻ നിനക്ക് സിഗ്നൽ തരും, അപ്പോൾ നീ ആ നായകനെ കൊന്നുകളയണം കേട്ടോ. അങ്ങനെ മന്ത്രവാദി നായികയെ ഒരു കുതിരവണ്ടിയിൽ കയറ്റിയിരുത്തി അവളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാണ്. അപ്പോഴാണ് അവിടെ വഴിയിൽ നായകൻ ബോധം കെട്ട് കിടക്കുന്നത് നായിക കാണുന്നത്. അയ്യോ, അവൻ എന്താ അവിടെ കിടക്കുന്നത്, അവൻ മരിച്ചുപോയോ? അത് കേട്ട ആ മന്ത്രവാദി അയാളുടെ പവർ ഉപയോഗിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. അത് കണ്ടപ്പോഴാണ് നായികയ്ക്ക് സമാധാനമായത്. എന്നാൽ മന്ത്രവാദി സിഗ്നൽ കൊടുക്കുന്നത് കണ്ട നായയെ മാർക്ക് ഓടിച്ചിന്ന് നായകനെ കടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നായകൻ ആ നായയെ തള്ളിക്കളയുന്ന കൂട്ടത്തിൽ അതിന്റെ കഴുത്തിലുണ്ടായിരുന്ന ബെൽറ്റ് പൊട്ടി അവന്റെ കയ്യിൽ വന്നു. അതോടെ മാർക്ക് വീണ്ടും അവന്റെ പഴയ രൂപത്തിലായി. ഞാൻ ആ രാജകുമാരി രക്ഷിക്കാൻ പോകുകയാണെന്നും പറഞ്ഞ് നായകൻ അവിടുന്ന് ഓടിപ്പോയതും മാർക്കും അവന്റെ കൂടെ കൂടി. അവിടെയുള്ളൊരു വലിയ നദി ക്രോസ് ചെയ്താലേ അവരുടെ രാജ്യത്തിലേക്ക് പോകാൻ പറ്റൂ. എന്നാൽ ആ നദിയുടെ മുന്നിലെത്തിയതും മാർക്കിന് അവിടുന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ആ മന്ത്രവാദിയുടെ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ടാണ് അവന് അവിടുന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്തത്. പെട്ടെന്നാണ് നായകന് ഒരു ഐഡിയ തോന്നുന്നത്. നേരത്തെ ആ നായയുടെ കഴുത്തിൽ നിന്ന് അഴിച്ചെടുത്ത ആ ബെൽറ്റ് വീണ്ടും അവൻ മാർക്കിന്റെ കഴുത്തിലിട്ടതും മാർക്ക് വീണ്ടും ഒരു നായയായി മാറി. എന്നിട്ട് ആ നായയും എടുത്തുകൊണ്ട് അവൻ ആ നദി ക്രോസ് ചെയ്തു. എന്നിട്ട് ആ ബെൽറ്റ് ഊരിയെടുത്തതും മാർക്ക് വീണ്ടും പഴയ രൂപത്തിലായി. അങ്ങനെ ആ നദി ക്രോസ് ചെയ്തത് കൊണ്ട് തന്നെ 100 വർഷത്തേക്കുള്ള ആ മന്ത്രവാദിയുടെ എഗ്രിമെന്റ് ഇതോടെ ക്യാൻസലായി. സന്തോഷം കൊണ്ടവൻ നായകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, ഇനി ഞാൻ ആരുടെയും അടിമയല്ല. ബാ, എത്രയും പെട്ടെന്ന് പോയി നമുക്ക് ആ രാജകുമാരി രക്ഷപ്പെടുത്തണം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ കൊട്ടാരത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം ആ മന്ത്രവാദി നായികയും കൊണ്ട് നേരെ കൊട്ടാരത്തിലെത്തി. നായിക ജീവനോടെ തിരിച്ചു വന്നത് കണ്ടതും കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ആ മന്ത്രവാദി നായികയും കൂട്ടി നേരെ രാജാവിന്റെ അടുത്തേക്ക് പോയി. അവളുടെ അച്ഛനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഭാഗ്യം, നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ, ആരാ നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്? അത് കേട്ട നായിക മനസ്സില്ലാ മനസ്സോടെ ആ മന്ത്രവാദി ചൂണ്ടിക്കാണിച്ചു. രാജാവ് പറഞ്ഞു, എന്റെ മകളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വാക്ക് പറഞ്ഞതുപോലെ നാളെ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരാം. എന്നാൽ അത് കേട്ട മന്ത്രവാദി പറഞ്ഞു, നാളെ വേണ്ട, ഇന്ന് തന്നെ ഈ കല്യാണം നടത്താം. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പേ ഈ കല്യാണം നടക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നെക്ലസ് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പേ കത്തിത്തീരും. അങ്ങനെ സംഭവിച്ച് ആ റാണി മരിച്ചു കഴിഞ്ഞാൽ അവളുടെ ഫുൾ പവറും ഇയാൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. എന്നാൽ ഇതൊന്നും മനസ്സിലാവാത്ത രാജാവ് ഇന്ന് തന്നെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പെട്ടെന്നാണ് നായകനും മാർക്കും കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച നായികയുടെ മന്ത്രവാദിയുടെ കല്യാണം നടക്കാൻ പോകുന്നു. നേരെ ചെന്നവൻ രാജാവിനോട് പറഞ്ഞു, ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല. ഇവൻ വളരെ ക്രൂരനായ ഒരു മന്ത്രവാദിയാണ്. രാജകുമാരിയെ ഭീഷണിപ്പെടുത്തിയാണ് ഇവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, രാജകുമാരി തട്ടിക്കൊണ്ടുപോയതും ഇവൻ തന്നെയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലായ രാജാവിന് ആകെ ദേഷ്യം വന്നു. എത്രയും പെട്ടെന്ന് ഇവനെ കൊന്നുകളയാൻ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ മന്ത്രവാദി കൊല്ലാനായി സോൾജേഴ്സ് എല്ലാരും കൂടി അങ്ങോട്ടേക്ക് വന്നെങ്കിലും ആ മന്ത്രവാദി അയാളുടെ പവർ ഉപയോഗിച്ച് അവരുടെ കയ്യിലിരുന്ന വാളെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇത് കണ്ട നായകൻ ആ മന്ത്രവാദിയെ അറ്റാക്ക് ചെയ്യാനായി വന്നതും അയാളുടെ പവർ ഉപയോഗിച്ച് അവനെയും അടിച്ചു തെറിപ്പിച്ചു. ഇതേ സമയം ഇവിടെ നായകന്റെ അച്ഛനായ സൈന്യത്തലവൻ ഇപ്പോഴാണ് ആ കോട്ടയിലേക്ക് തിരിച്ചു വന്നത്. അയാൾ നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. ആ റാണിയെ അവിടെ ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നു. അയാളെ കണ്ടതും റാണി അയാളോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞാൻ നിനക്ക് തന്ന ആ മാന്ത്രിക വെള്ളം ഈ തീയിലൊഴുക്കി. അത് കേട്ട് അയാൾ ആ വെള്ളമെടുത്ത് തീയിലൊഴിച്ചതും പെട്ടെന്ന് തന്നെ എല്ലാ തീയും അണഞ്ഞു. എന്നിട്ട് അയാൾ ആ നെക്ലസ് എടുത്ത് വീണ്ടും ആ റാണിയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. റാണിക്ക് ആ നെക്ലസ് തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ മന്ത്രവാദിക്ക് അയാളുടെ പവർ ഒന്നും വർക്ക് ആവുന്നില്ല. ഇത് മനസ്സിലായ നായകൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് ആ മന്ത്രവാദി അടിച്ച് താഴെയിട്ടു. അത് കണ്ടത് മാർക്ക് പറഞ്ഞു, അവനെ കൊല്ലരുത്, അവനുള്ള ശിക്ഷ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് ആ മന്ത്രവാദി അവന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്ത ആ ബെൽറ്റ് എടുത്തുകൊണ്ട് വന്ന് അയാളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തതും ആ മന്ത്രവാദിനി ഒരു നായയായി മാറി. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ റാണി നായകൻ അച്ഛനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. തന്റെ മകനെ കണ്ടതും അയാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ നായികയെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ രാജാവ് നായകന്റെ നായികയുടെയും കല്യാണം നടത്തിക്കൊടുത്തു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.